ഫെബ്രുവരി 5-നാണ് ആലിൻ അപകടത്തിൽപ്പെടുന്നത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ കണ്ട് കൊടുതീരും മുമ്പ് പ്രിയപ്പെട്ട മകൾ യാത്ര പറഞ്ഞെങ്കിലും വിട പറഞ്ഞെങ്കിലും ആ മകളിലൂടെ മറ്റു ചില ജീവനുകൾ ബാക്കിയാകണം, ജീവിക്കണമെന്ന് ആഗ്രഹിച്ച, അതിന് സന്നദ്ധ അറിയിച്ച ആ കുടുംബം അരുണും ഷെറിനും കേരള പൊതുസമൂഹം അവരോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. അവരോട് എത്ര കണ്ട് നന്ദി പറഞ്ഞാലൊന്നും മതിയാകില്ല. അത്രത്തോളം തീവ്രമായ, അത്രത്തോളം വലിയൊരു തീരുമാനമാണ് ആ മാതാപിതാക്കൾ കൈക്കൊണ്ടത്. അങ്ങനെ ആ കുഞ്ഞാലിൻ്റെ അവയവങ്ങൾ ഇനി 5 ജീവനുകൾ തുടിക്കും. അതിൻ്റെ പ്രാഥമിക ദൗത്യം വിജയിച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്ന് അമൃത ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന അവയവങ്ങൾ 3.5 മണിക്കൂറിന് മുമ്പ് തന്നെ ആശുപത്രികളിലേക്ക് കൃത്യമായി എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു. അവയവങ്ങളുമായ ശസ്ത്രക്രിയ തുടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ ശസ്ത്രക്രിയ കിംസിലാണ്. അവിടെ മാറ്റിവെക്കുന്നത് കരളാണ്. അവിടെ സ്വീകർത്താവ് വെറും 6 മാസം പ്രായം മറ്റൊരു പിഞ്ചോമനയാണ്, മറ്റൊരു മാലാഖിയാണ്. അതേപോലെ വൃക്ക ശസ്ത്രക്രിയ നടക്കുന്നത് SIT ആശുപത്രിയിലാണ്. അവിടെയും ശസ്ത്രക്രിയ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ ദൗത്യത്തിൻ്റെ പ്രാഥമിക ഘട്ടം വിജയകരമായിരിക്കുന്നു. ഇനി നമ്മൾ കേരള പൊതുസമൂഹം അങ്ങേയറ്റം ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഈ ശസ്ത്രക്രിയ വിജയകരമാകട്ടെ. കുഞ്ഞാലിൻ്റെ തുടുപ്പുകൾ ഈ പറഞ്ഞ കുട്ടികളിൽ വളരെ വിജയകരമായി തന്നെ മിടിച്ചുകൊണ്ട് അവർ ഇനി അങ്ങോട്ടുള്ള ജീവിതം സന്തോഷകരമായി ജീവിക്കട്ടെ. അലക്സ മുഹമ്മദ് നമ്മോടൊപ്പം ചെയ്യുന്നു. അലക്സ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ, സൂചിപ്പിച്ചതുപോലെ തന്നെ, ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത ആ മാതാപിതാക്കളോട് നമ്മൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു. അവർക്ക് എത്ര കണ്ട് നന്ദി പറഞ്ഞാലും മതിയാകില്ല. കാരണം അപൂർവമായ ഒരു ദൗത്യത്തിന് അവരുടെ പിന്തുണ ചെറുതായിരുന്നില്ല. ഇനി എന്താണ് ശസ്ത്രക്രിയ? ഏതാണ്ട് എത്ര സമയത്തോളം എടുക്കും കിംസിലെ ശസ്ത്രക്രിയ, അതേപോലെ തന്നെ SIT ശസ്ത്രക്രിയ? സുഹൈല, പത്തനംതിട്ട മല്ലപ്പള്ളി 5 പേർക്ക് ഒരു ഇത് കൊടുക്കാനുണ്ട്. 5 അവയവം ഒരു കൊച്ചിന് കൊടുക്കണ്ടല്ലോ. അപ്പം നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചില്ല. അതായിരുന്നു മനസ്സിൽ. ഈ വാഹനത്തിൽ കയറിയിരിക്കും നമ്മൾ കണ്ടതാണ്. കൊച്ചിയിലൊക്കെ വളരെയധികം റോഡ് തിരക്കുണ്ടായിരുന്നു. എങ്ങനെയാണ് അതൊക്കെ അതിജീവിച്ച് ഇത്രയും വേഗം ഇവിടെ എത്തിച്ചേർന്നത്? പോലീസുകാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ ഫ്രണ്ടിൽ നമുക്ക് വഴി തന്നു. പിന്നെ എല്ലാ ജംഗ്ഷനിലും ജനങ്ങളും എല്ലാ വഴി ബ്ലോക്ക് ചെയ്ത് ട്രാഫിക് വഴിയൊരുക്കി തന്നു. എല്ലാ പ്രതിസന്ധി അതിജീവിച്ച് ഏറ്റവും ഒടുവിൽ ഈ യാത്ര പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ? സന്തോഷം. ഇനി ആ കൊച്ചിൻ്റെ അത് കൂടി അറിഞ്ഞ സന്തോഷം. അത് തന്നെയാണ്. കാരണം ഈ ജൈനേഷ് എന്ന് പറയുന്ന ഈ സാരഥിക്ക് ഇനി അറിയേണ്ടത് താൻ വിജയകരമായി ഇവിടെ എത്തിച്ച അവയവങ്ങൾ അത് മറ്റു കുട്ടികളിൽ ഇനി പ്രവർത്തിച്ച് തുടങ്ങുന്നതാണ് ഇദ്ദേഹം കാത്തിരിക്കുന്നത്. മനീഷിനൊപ്പം ജിബിൻ GB, 24 തിരുവനന്തപുരം. മെഡിക്കൽ കോളേജിൽ നിന്ന് അലക്സ മുഹമ്മദോട് നമ്മോടൊപ്പം ചെയ്തു. അലക്സ, നമ്മൾ ഈ ആംബുലൻസുകളുടെ പ്രതികരണമാണ് കേട്ടത്. അങ്ങനെ അദൃശ്യരായ ഒരുപാട് മനുഷ്യരുടെ പിന്തുണ ഈ ദൗത്യത്തിന് പിന്നിലുണ്ട്. ഈ നഗരത്തിൽ, ടൗണിലൊക്കെ ചുമ്മാതെ വഴി തടസ്സമുണ്ടാകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഈ ആംബുലൻസ് വഴിയൊരുക്കാൻ വേണ്ടി ഈ രാത്രിയും വൈകി കാത്തിരുന്ന മനുഷ്യരുണ്ട്. ഓരോ പോയിന്റുകളിൽ മാറി മാറി എന്ന പോലീസുകാരുണ്ട്. അങ്ങനെ അദൃശ്യരായ ഒരുപാട് മനുഷ്യരും ഈ പറഞ്ഞ ഈ ദൗത്യത്തിന് പിന്തുണയുമായി, ഈ ദൗത്യം വിജയിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഇറങ്ങിപ്പുറപ്പെട്ട് നമ്മൾ കണ്ടതാണ്. അതിനുമപ്പുറത്തേക്ക് ഇത്തരത്തിൽ 10 മാസം മാത്രം പ്രായമായ അവരോട് വിട പറഞ്ഞ കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനെടുത്ത കടുത്ത തീരുമാനം ആ കുടുംബത്തോട് എത്ര കണ്ട് കടപ്പെട്ടാലും മതിയാകില്ല. അങ്ങനെ ഒരുപാട് കടപ്പാടുകളും പ്രതിബദ്ധതകളും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റുകളുമുള്ള ഒരു ദൗത്യം കൂടിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, പൊതുസമൂഹം ഒന്നിച്ചാഗ്രഹിക്കുന്നത് ശസ്ത്രക്രിയ വിജയകരമായിരിക്കട്ടെ എന്ന് മാത്രമാണ്. ആ പ്രാർത്ഥനയിൽ മാത്രമാണ്. ഇനി ഈ ശസ്ത്രക്രിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കരൾമാറ്റ ശസ്ത്രക്രിയ നടക്കുന്ന കിംസിലാണ്. ഏതാണ്ട് ഒരു 10 മണിക്കൂറോളം വേണ്ടിവരും ശസ്ത്രക്രിയ പൂർത്തിയാകാൻ. അതേപോലെ തന്നെ വൃക്കമാറ്റ ശസ്ത്രക്രിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമുണ്ട്. ഏതാണ്ട് ശസ്ത്രക്രിയ സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? ശസ്ത്രക്രിയ തുടങ്ങിയെന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. അല്ലല്ല, മാർഗങ്ങളാണ് കേസോട്ടയ്ക്ക് മുന്നിലുണ്ടായത്. ഒന്ന് എയർ ആംബുലൻസ്, വന്ദേ ഭാരത്, പിന്നെ റോഡ് മാർഗം. എയർ ആംബുലൻസിൽ രാത്രി ആയതുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഹെലികോപ്റ്റർ അധികൃതർ പറഞ്ഞത്. വന്ദേ ഭാരതിൽ കൃത്യമായ ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെ ഉണ്ടായിരുന്ന റോഡ് മാർഗമാണ്. 2.5 മണിക്കൂറിൽ ഈ അവയവങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു നൽകാമെന്ന് ഉറപ്പ് നൽകിയത് പോലീസാണ്. IG ശ്രീജിത്താണ്. ഈ എൻ്റയർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ വഴിയിലുടനീളം ഈ പിന്തുണയൊരുക്കി. അതിന് മ്യൂസിയം CI ഷാഫി സാറിനോടാണ് അവരെ പ്രതിനിധീകരിച്ചുള്ള നന്ദി പറയുകയാണ്. അത് മെഡിക്കൽ കോളേജ് CI ഷാഫി സാറിനോടുള്ള നന്ദി എൻ്റയർ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നൽകുകയാണ്. അതായത് ഈ വഴിയിലുടനീളം പോലീസുകാർ നൽകിയ സംഭാവന ചെറുതല്ല, അവരുടെ പിന്തുണ ചെറുതല്ല. ഇത് ഈ എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്ന് ഈ യാത്ര ആരംഭിച്ചത് ഈ തിരുവനന്തപുരത്തേക്ക്, അതായത് MC റോഡിലൂടെ കോട്ടയം പിന്നിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ വിവിധ ഇടങ്ങളിൽ ഈ 3.5 മണിക്കൂർ കൊണ്ട് ഈ ആംബുലൻസ് ഡ്രൈവർ ഇവിടേക്ക് ഈ വാഹനം പാഞ്ഞെത്തിക്കണമെങ്കിൽ അതിന് എത്രമാത്രം എഫേർട്ട് എടുക്കണം, അതുമാത്രമല്ല പൊതുസമൂഹം എത്രമാത്രം പിന്തുണ നൽകണം എന്നുള്ള കാര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനവരോട് കടപ്പെട്ടിരിക്കുന്നു കേരളീയ പൊതുസമൂഹം ഇത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സുഹേൽ ചോദിച്ചതുപോലെ ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ശസ്ത്രക്രിയ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ തിരുവനന്തപുരത്ത് കിംസ് ആശുപത്രിയിലാണ് ഈ കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ആരംഭിച്ചിട്ടുള്ളത്. അതിലൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ. അതുപോലെ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ
ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ സ്വീകർത്താവാണ് ഡ്രിയ. 6 മാസം പ്രായമുള്ള ഡ്രിയയിലാണ് ഈ ആലിന്റെ കരൾ തുന്നിച്ചേർക്കുന്നത്. ആ ശസ്ത്രക്രിയകൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്, കിംസ് ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. കിംസ് ആശുപത്രിക്ക് ശേഷമാണത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. SAT ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന നെയ്യാറ്റിൻകര സ്വദേശി 10 വയസ്സുകാരിയായ ശ്രേയയ്ക്ക് 2 വൃക്കകളും തകരാറിലായതിനെ തുടർന്നാണ് ചികിത്സയിലുണ്ടായിരുന്നത് SATയിൽ. ശ്രേയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നത്. 2 വൃക്കകളും മാറ്റിവെക്കും, അതായത് ആലിന്റെ 2 വൃക്കകളും ശ്രേയയ്ക്ക് നൽകുന്നു എന്നുള്ള പ്രത്യേകതയാണുള്ളത്. അത്തരത്തിൽ സങ്കീർണമായ ശസ്ത്രക്രിയകളാണ് നടക്കുന്നത്. മണിക്കൂറുകൾ എടുക്കും ഈ ശസ്ത്രക്രിയകൾ പൂർത്തിയാകാൻ. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം സ്റ്റേബിൾ ആകണം. അതിനുശേഷമേ നമുക്ക് അതിന്റെ സക്സസിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കും. പക്ഷേ അത് പൂർണ്ണമായി തന്നെ വിദഗ്ധരാണ് അത് ആ ശസ്ത്രക്രിയകളടക്കം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.